ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അബൂബക്കർ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വന്ന് സംസാരിക്കുവാണ് സുബൈദയോടും നൂർജഹാനോടും. കാലമാണ് എനിക്ക് കുറച്ച് തിരിച്ചറിവുകളൊക്കെ തന്നത്. നൂർജഹാൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനോ പഠിച്ചിട്ടില്ല, എൻ്റെ മകനെയോ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പഠിക്കാൻ മിടുക്കിയായ നിന്നെ പഠിപ്പിച്ച് ഞാൻ ആ പോരായ്മ അങ്ങ് പരിഹരിക്കാൻ പോവുകയാണ്. പഠിക്കാൻ ഇഷ്ടമുള്ള അത്രയും നിനക്ക് പഠിക്കാം. സുബൈദ അതിശയത്തോടെ ചോദിക്കുക, ഇക്ക എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പഠിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് കട്ടായം പിടിച്ച ആളല്ലേ. കാലം നല്ലൊരു വഴികാട്ടിയ സുബൈദ. അനുഭവം നമ്മളെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്നുണ്ടായ തീരുമാനമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നൂർജഹാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷത്തേക്ക് ശ്രദ്ധ പഠിത്തത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കാനും പറ്റത്തില്ല. 40-40 ലോറിയും അതിൻ്റെ ജോലിക്കാരും അവരുടെ ശമ്പളവും പിന്നെ സുബൈർക്ക നടത്തിയിരുന്ന മറ്റ് ബിസിനസ്സുകളും പിന്നെ അതിൻ്റെ കണക്കുകളും ഇതൊക്കെ പഠിക്കാൻ പോകുന്ന നൂർജഹാന് നോക്കാനും നടത്താനും പിന്നെ പറയുമ്പോൾ ഒപ്പിടാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് ദാണ്ട ഇതിലൊന്ന് ഒപ്പിട്ടച്ച് പോയാൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇപ്പൊ ഇരിക്കുന്നതിന്റെ ഇരട്ടി ബിസിനസ്സാക്കി ഞാൻ തിരിച്ച് കയ്യിലോട്ട് അങ്ങ് തരും. അബൂബക്കർ അങ്ങനെ ഒരു ഫയലും കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ റൂട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് സുബൈദയ്ക്കും നൂർജഹാനും നല്ലതുപോലെ മനസ്സിലായി. ആട്ടുംതോലാണ് ഞാൻ ചെന്നായായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അബൂബക്കർ. ഇതേ പവർ ഓഫ് പട്ടാണിയാ. എല്ലാ കാര്യങ്ങളും ഒരു 20 വർഷത്തേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അധികാരപത്രം. കാര്യങ്ങൾ നടത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചാലേ എനിക്ക് കാണിക്കാൻ ഒരു രേഖ, അത്രേ ഉള്ളു. നൂർജഹാന് കലി കൊണ്ട് കാൽവിരൽ മുതൽ പെരുക്കുവാണ്. എന്നാൽ പിന്നെ ഐശ്വര്യമായിട്ട് ഇതിലോട്ടൊന്ന് ഒപ്പിട്ടേ. ഇതൊരുമാതിരി കൊടും ചതിയാണെന്ന് സുബൈദയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് സുബൈദ പറയാം, അത് പിന്നെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. അബൂബക്കർ പറയുക, ആലോചിച്ചു, നല്ലതുപോലെ ആലോചിച്ചു, എന്നിട്ടെടുത്ത തീരുമാനമാണിത്. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ത്രാണി ഇവൾക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നോക്കി നടത്താമെന്ന് ഞാൻ പറയുന്നത്. ഇത് മാത്രമല്ല, ആ വാടക വീട്ടിന്റെ കാര്യത്തിലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നൂർജഹാൻ ഒന്നുകൂടെ ദേഷ്യം ഇരട്ടിക്കുവാണ്. അവിടെ നിന്ന് ആ സത്യഭാമയും രാഘവൻ നായരെ ഒഴിവാക്കിയിട്ട് അത് ഞാനങ്ങ് കച്ചവടം ചെയ്യാൻ പോവുക. അല്ല, അതിനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ ഇതിൽ ഒപ്പിടാൻ പറഞ്ഞത്. സുബൈദയ്ക്കും നൂർജഹാനും നല്ലതുപോലെ മനസ്സിലായി കഴിഞ്ഞ് ഇയാൾ എന്തോ വലിയ ചതിയും കൊണ്ടാണ് ഈ വന്നിരിക്കുന്നതെന്ന്. വാ നൂറെ, വന്നതിൽ ഒപ്പിട്, എന്നെ കൊന്നാലും ഞാനിതിൽ ഒപ്പിടില്ല, നൂർജഹാൻ പറയുവാണ്. ഇത്രയും നേരം കണ്ട മുഖഭാവമല്ല അബൂബക്കറിൻ്റെത്, യഥാർത്ഥ ചെന്നായുടെ രൂപം തന്നെ വെളിയിൽ വന്നിരിക്കുവാണ്. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ നീ ഇതിൽ ഒപ്പിട്ടിരിക്കും. പറ്റില്ലെന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ നൂർജഹാൻ അകത്തോട്ട് പോകാനൊരുങ്ങുമ്പോൾ അബൂബക്കർ അവളുടെ കൈക്ക് കയറി അങ്ങ് പിടിക്കുവാണ്. നിക്കടി അവിടെ, ഇതിൽ ഒപ്പിട്ടിട്ട് നീ പോയാൽ മതി. നിന്നെ കൊണ്ട് ഇതിൽ ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി എന്നും പറഞ്ഞ് നൂർജഹാന്റെ കൈ പിടിച്ച് വളച്ചൊടിച്ച് ഒപ്പിടിക്കാൻ നോക്കുവാണ്. അത് കണ്ടോണ്ട് സുബൈദ, അയ്യോ ഇക്ക എന്തുവായി കാണിക്കുന്നത് എന്നും പറഞ്ഞ് വന്ന് തടയുവാണ്. തടസ്സം നിൽക്കുന്നോടി എന്നും പറഞ്ഞ് സുബൈദയെ അടിക്കാൻ പോകുവാണ്. സുബൈദ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തല്ലിക്കോ, പക്ഷേ നൂറിനെ തൊടാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അതിന് നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. എടി, നിന്നെ കൊല്ലുന്നതിന് എനിക്ക് അധിക സമയമൊന്നും വേണ്ട, ദാണ്ട എന്നും പറഞ്ഞ് സുബൈദയുടെ കഴുത്തെ പിടിച്ച് ഞെക്കുവാണ്. എന്നിട്ട് പറഞ്ഞ്, ഈ കൈയൊന്ന് അമർത്തിയാൽ മതിയടി, നീ പിന്നെ ഇല്ലടി. പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ എനിക്കിവിടെ ചെയ്തു തീർക്കാനുണ്ട്. അബൂബക്കർ ഇങ്ങനെ കൈവിരൽ ഞൂണ്ടിക്കൊണ്ട് പറയുവാണ്, 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും തരുന്നു. അതിനുള്ളിൽ ഇവളെ കൊണ്ട് നീ ഫയലിൽ ഒപ്പിടിച്ചേക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും ശവം ഞാൻ ഇവിടെ കുഴിച്ചു മൂടും എന്നിങ്ങനെ സുബൈദയോട് പറയുവാണ് അബൂബക്കർ. പിടിക്കടി ഇത് എന്നും പറഞ്ഞ് നിർബന്ധിച്ച് സുബൈദയുടെ കയ്യിലോട്ട് ആ ഫയൽ കൊടുക്കുവാണ്. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നീ ഇവളെ കൊണ്ട് ഇതിൽ ഒപ്പിടിച്ചിരിക്കണം എന്ന് ദേഷ്യത്തോടെ അവൻ സുബൈദയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അബൂബക്കർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുബൈദ ആ ഫയല് താഴോട്ട് വലിച്ചെറിയുകയാണ്. മാമീന്നും പറഞ്ഞ് നൂർജഹാൻ സുബൈദയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. വിഷ്ണുവും ശാലിനിയും ചേർന്നെടുത്ത വാടക വീട്ടിൽ സത്യമോളും പപ്പിമോളും നല്ല ഉറക്കത്തിലാണ്. ശാലിനി എന്തൊക്കെയോ ഫയൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുവാണ്. ശാലിനി എഴുന്നേറ്റ് വരുന്നില്ലല്ലോ. ശാലിനി ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് നോക്കുന്നുണ്ട് വിഷ്ണു. ശാലിനി എഴുന്നേക്കാത്തത് കണ്ട് വിഷ്ണു പറയാം, അയ്യോ ഈ ഫയൽ നോട്ടം കഴിയുന്ന ലക്ഷണമില്ലല്ലോ. ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം എടുത്ത് കാറിൽ വെച്ചത്. നാളെ ആകട്ടെ, ഒരൊറ്റ ഒരെണ്ണം ഞാൻ വീട്ടോട്ട് കൊണ്ടുവരിക്കത്തില്ല. അവിടെ ഇവിടെയൊക്കെ മാറി നിന്നിങ്ങനെ വിഷ്ണു നോക്കുവാണ്. സഹിക്കാൻ വയ്യാതെ വിഷ്ണു ശാലിനി അടുത്തോട്ട് വരുമ്പോൾ TV-യിൽ ഒരു പാട്ട് കേൾക്കുന്നു. താമസമെന്തേ നീ വരുവാൻ പ്രാണസഹി. അയ്യോ, നല്ല അവസരത്തിന് തക്ക പാട്ട്.
TV ഇതുവരെ ആരും നിർത്തിയില്ലേ, ആരും കാണാതെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞൊരു അഭിനയമൊക്കെ അഭിനയിക്കുന്നുണ്ട് വിഷ്ണു. കറണ്ട് ബില്ല് കൂട്ടാമെന്നല്ലാതെ വെറുതെ കുറേ പാട്ടുകൾ എന്നും പറഞ്ഞ് വിഷ്ണു ആ TV അങ്ങ് ഓഫ് ചെയ്യുവാണ്. വിഷ്ണു കാണിക്കുന്ന ചേഷ്ടകളൊക്കെ മനസ്സിലായിട്ടും ശാലിനി കാണാത്ത ഭാവത്തിലിരിക്കുക. വിഷ്ണു ചോദിക്കുക, അല്ല കിടക്കണ്ടേ? എന്നിട്ടും ശാലിനി അതിനൊരു മറുപടിയും പറയുന്നില്ല. ശാലിനി അടുത്ത ഫയലും കൂടെ എടുത്തപ്പോഴേ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. അല്ല അത് ശരി, അപ്പോൾ ഇത് മുഴുവനും നോക്കിയിട്ട് ഇനി കിടക്കുന്നുള്ളോ? അങ്ങനെയാണെങ്കിലേ നാളെ ഇവിടുന്ന് തന്നെ എഴുന്നേറ്റ് കുളിച്ചങ്ങ് ഓഫീസിലോട്ട് പോയാൽ മതിയല്ലോ. ചിങ്ങൾക്ക് ചോറ് വാരി കൊടുപ്പിച്ചതിൻ്റെ കെറുവാ ഇവക്ക് എന്നൊക്കെ പുറൂർക്കുന്നുണ്ട് വിഷ്ണു. ഇന്നത്തെ കാര്യം പോക്കാന്നാ തോന്നുന്നത് എന്നിങ്ങനെ വിഷ്ണു പുറൂർക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നത്, എന്തുവാ പറഞ്ഞേ? എന്തെങ്കിലും പറഞ്ഞോ? വിഷ്ണു ഒരു ചിരിയിരിച്ചോട്ട് പറയാം, സമയം കുറേ ആയി കിടക്കുന്നില്ലേന്ന് ചോദിച്ചതാ. ആ പോയി കിടന്നോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ഒരു റൊമാൻസോടെ, മോള് കിടക്കുന്നില്ലേ? ഇല്ല, എന്നാൽ പിന്നെ ഞാനിവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് വിഷ്ണു ആ ഒരു ചെയർ നീക്കിയിട്ടങ്ങ് ഇരിക്കുവാണ്. 1-2 ഫയലൂടെ ഒക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും കിടക്കാൻ സമയമാകും. ശാലിനി പറയുക, അതൊന്നും പറയാൻ പറ്റത്തില്ല, വിഷ്ണുവേട്ടൻ കിടന്നു. വിഷ്ണു ഇരുന്ന് പുറൂർക്കുന്ന കണ്ടുകൊണ്ട് ശാലിനി ചോദിക്കുക, എന്താ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? വിഷ്ണു ഒരു നാണത്തോടെ റൊമാൻസിൽ ഇങ്ങനെ നിൽക്കുവാണ്. അത് കണ്ടുകൊണ്ട് ശാലിനി ചോദിക്കുക, പുലിയാണെന്നോ പുപ്പുലിയാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. നമ്മൾ വെറും പൂച്ചയാ, വെറും പാവം പിടിച്ചവള്. വീട്ടിലെ രാജാവല്ലേ, പോയങ്ങ് തനിയെ കിടന്നോ. അതായത് കുടുംബത്ത് ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ ഇല്ലെന്ന് ഞാനൊന്ന് അറിയട്ടെ, എന്നിട്ടേ ഉള്ളു ഇനി എല്ലാ കാര്യങ്ങളും. ശാലിനി പറയുവാണ്. വിഷ്ണു ഉടനെ എഴുന്നേറ്റ് ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അയ്യയ്യോ ചക്കരേ അങ്ങനൊന്നും പറയല്ലേ. എൻ്റെ ശാലിനി, നീയല്ലേ ഈ വീട്ടിലെ വലിയ ആള്, നീ പൂച്ചക്കുട്ടിയൊന്നും അല്ല, സിംഹക്കുട്ടിയാ. ഞാൻ വേണമെങ്കിൽ പൂച്ചയോ പട്ടിയോ എന്ത് വേണമെങ്കിലും ആകാം. അത് കേട്ടിട്ട് ശാലിനി പറയാ, നിങ്ങൾക്ക് ആണുങ്ങൾക്കൊരു ധാരണയുണ്ട്, കുടുംബമൊക്കെ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഭരിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ കഴിഞ്ഞ് എന്തുള്ളു, നിങ്ങളാണ് എല്ലാം എന്ന്. പക്ഷെ ദാണ്ട ഇതുപോലുള്ള സന്ദർഭങ്ങളിലെ ഒരു ഉളുപ്പുമില്ലാതെ കൊഞ്ചിക്കുഴഞ്ഞിങ്ങനെ വന്നിരിക്കുകയും ചെയ്യും. അതിനു മുൻപാണെങ്കിലോ അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിന്ന് എന്ത് വേണമെങ്കിലും പറയുകയും ചെയ്യും. എന്തെങ്കിലും കാര്യം കാണാനാണെങ്കിലോ സോപ്പും പതപ്പിച്ചുകൊണ്ട് ഒരു വരവുണ്ട്. കഷ്ടം തന്നെ. എനിക്ക് ഈ ഫയലൊക്കെ നോക്കി തീർക്കാതെ വരാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടേ കിടക്കാൻ നേരത്ത് ഞാൻ വിളിക്കാം. വിഷ്ണു ഒരുമാതിരി കുണിക്കൊണ്ട് പറയാം, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല, കിടന്നാൽ പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോവും, പിന്നെ ഞാൻ എഴുന്നേക്കത്തില്ല കേട്ടോ, അതൊക്കെ ഞാനങ്ങ് എഴുന്നേൽപ്പിച്ചോളാം, പോയി കിടക്ക് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ചോദിക്കുക, വിളിക്കുവോ? കഷ്ടമാണല്ലോ എന്ന് കരുതി ശാലിനി പറയുന്നത്, ഓ വിളിക്കാം. അന്നേരം വിഷ്ണു പറയാം, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ കാര്യം. വിഷ്ണു അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന കണ്ടിട്ട് ശാലിനി പറയാ, പോകുന്നതിന് മുമ്പേ ഒരു കട്ടൻ ചായ എടുത്തോണ്ട് ഇവിടെ വെച്ചിട്ട് പോകും. വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് പറയാ, നോക്കണ്ട, കിച്ചണിലെ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വിഷ്ണു പറയാ, കൊച്ചുങ്ങൾക്ക് ചോറ് വാരിക്കൊടുത്തതിന്റെ പ്രതികാരമാണിതല്ലേ. പോകാതെ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി ശാലിനി പറയാ, എന്തേ പോന്നില്ലേ? പൂച്ചയ്ക്ക് ചായ എടുത്തു കൊടുക്കുന്നതിൽ വീട്ടിലെ പുലിക്ക് വല്ല പ്രശ്നമുണ്ടോ? അയ്യോ ഇപ്പോൾ എടുത്തോട്ട് തന്നേക്കാവേ എന്നും പറഞ്ഞ് വിഷ്ണു അകത്തോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ചായ കിട്ടിയില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ഫ്ലാസ്കിൽ നിന്ന് ചായ ഒഴിക്കുന്നുണ്ട് വിഷ്ണു. ഒരു ഭർത്താവുമ്പോൾ എന്തൊക്കെ ത്യാഗം സഹിക്കേണ്ടി വരും. ഇപ്പം ശരിയാക്കി തരാം ഞാൻ കേട്ടോ, കുടിപ്പിച്ച് കിടത്തുന്നതന്നെ ഞാനും പറഞ്ഞാണ് ചായ ഒഴിച്ചുകൊണ്ട് പോയി കൊടുക്കുന്നത്. എൻ്റെ ദൈവമേ, ഈ കട്ടനിൽ അവൾ വീഴണേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുകയെ എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു. അങ്ങനെ കട്ടൻ ചായ കൊണ്ടുവന്ന് ശാലിനിക്ക് കൊടുത്തിട്ട് വിഷ്ണു പറയാ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, ഉറങ്ങിപ്പോയാലും എന്നെ വിളിക്കണേ. എന്നിട്ട് വിഷ്ണു പോയി ജനലിൻ്റെ അടുത്തൂടെ പോയി നോക്കി നിൽക്കുവാണ് ശാലിനിയെ. ശാലിനി അത് കണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവിടെ ഒരു കർട്ടൻ വേണം, അതിങ്ങനെ ആലോചിക്കുമായിരുന്നു. വിഷ്ണുവിനെ ഇങ്ങനെ മനഃപൂർവ്വം കുരങ്ങ് കളിപ്പിക്കുവാണ് ശാലിനി എന്നിട്ട് ഉള്ളുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സമയം രാത്രി 11:30 വിഷ്ണു ഇങ്ങനെ ടൈമേലും നോക്കി ശാലിനിയെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് പതുക്കെ ആ സോഫയിലോട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി 12 മണിയായപ്പോഴേക്കും വിഷ്ണു അങ്ങ് ഉറങ്ങിപ്പോയി. കയ്യിൽ ബർത്ത്ഡേ കേക്കും ക്യാൻഡിലും ഒക്കെ ആയിട്ട് ശാലിനി വന്ന് നോക്കുമ്പോൾ വിഷ്ണു നല്ല ഉറക്കം. പയ്യെ വിളിക്കാമെന്ന് നോക്കി, അല്ലെങ്കിൽ വേണ്ട, വിഷ്ണുവിനൊരു കവിളിൽ മുത്തം കൊടുക്കാമെന്ന് കരുതി ശാലിനി പതുക്കെ ഒരു മുത്തം വെക്കുന്നുണ്ട്. ആ മുത്തത്തിൽ തന്നെ വിഷ്ണു ഞെട്ടി അങ്ങ് എഴുന്നേക്കുവാണ്. ശാലിനി അയ്യോ ശബ്ദം ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു നോക്കുമ്പോൾ കയ്യിൽ ബർത്ത്ഡേ കേക്കാണ്. ഇതെന്താ എന്നും പറഞ്ഞ് വിഷ്ണു ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. അപ്പം ശാലിനി ചിരിച്ചുകൊണ്ട് പറയുന്നത്, ഹാപ്പി ബർത്ത്ഡേ മൈ ഹസ്ബൻഡ്. അയ്യോ ഇത് സ്വപ്നമാണോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയാം, അല്ല യാഥാർത്ഥ്യം, നമ്മൾ രണ്ടുപേരും കൂടി വിഷ്ണുവേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുക, ഞാനെന്നാ മക്കളെ വിളിക്കാം എന്നും പറഞ്ഞ് വിഷ്ണു മക്കളെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ ശാലിനി പെട്ടെന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. മക്കൾ ഉറങ്ങിക്കോട്ടെ വിഷ്ണുവേട്ട, ഇതേ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ആഘോഷമാണ്, നമുക്ക് രണ്ടുപേർക്ക് ഓർക്കാൻ വേണ്ടി മാത്രമുള്ളതാ ഇത്. മക്കൾക്ക് ഓർക്കാനേ നമുക്ക് നാളെ വേറെ കേക്ക് മുറിക്കാം, നല്ല ആഘോഷമായിട്ട്. ഈ സമയം പപ്പിയും ശാലിനിയും നല്ല ഉറക്കത്തിലാണ്.
അങ്ങനെ ശാലിനി വിഷ്ണുവിനെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിക്കുന്നുണ്ട്. ശാലിനി ഹാപ്പി ബർത്ത്ഡേ പാടുന്ന കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം പിറന്നാളുകാരന് എന്നും പറഞ്ഞ് വിഷ്ണുവിന് കേക്കൊക്കെ വായി വെച്ച് ഊട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ രണ്ടുപേരും പരസ്പരം ഊട്ടിക്കൊടുക്കുകയും പിന്നെ കാണിക്കുന്നതെല്ലാം അവരുടെ പ്രണയ സല്ലാപങ്ങളാണ്. വിഷ്ണു അങ്ങനെ ശാലിനിയെ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം സത്യാമ്മ ബെഡ്ഷീറ്റൊക്കെ മടക്കിക്കൊണ്ട് പറയുക, ഈ രാഘവേട്ടൻ്റെ ഒരു കാര്യം, നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറഞ്ഞാൽ കിടക്കത്തില്ല, ആലോചിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കും. എന്തിനെങ്ങനെ ഇരിക്കുന്നത്? ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉറക്കമല്ലേ മനുഷ്യന് ആവശ്യം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവേട്ടൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, കിടന്നാൽ മാത്രം മതിയോ ഫാമേ, ഉറക്കം വരണ്ടേ? രാഘവേട്ട, നമ്മുടെ 100 പ്രശ്നങ്ങളും ആലോചിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലേ നമ്മുടെ പ്രശ്നങ്ങളോട്ട് തീരുകയില്ല, ഉള്ള ഉറക്കം അങ്ങ് പോവുകയും ചെയ്യും. ഇതാണ്ട് ബെഡ്ഷീറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്, വന്ന് കിടക്ക്. രാഘവേട്ടൻ പറയുക, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട് ഫാമേ. ഒരു ദ്രോഹവും അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് ആലോചിക്കുന്നത്. നഷ്ടപ്പെട്ട വീട് വരെ തിരിച്ചു കിട്ടിയെങ്കിലും അവിടെ പോയി താമസിക്കാനുള്ള യോഗം പോലും കിട്ടിയില്ലല്ലോ. എല്ലാം ശരിയാവുമായിരിക്കും. അതിനു മുമ്പ് ഒടേതമ്പുരാൻ എന്നെ അങ്ങോട്ട് വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ രാത്രിയിൽ നൂർജഹാനും സുബൈദയും കൂടെ കയ്യിലൊരു പെട്ടിയൊക്കെ ആയിട്ട് സത്യാമ്മയുടെ വീട്ടിലോട്ട് വരികയാണ്. സത്യാമ്മേ സത്യാമ്മേന്ന് ഇങ്ങനെ കഥകെ തട്ടി വിളിക്കുന്നു. രാഘവേട്ടൻ പറയുന്നത്, നിന്നെയാണല്ലോ ഇപ്പോൾ വിളിക്കുന്നത്, മുകളിൽ നിന്നൊന്നും അല്ല, ദാണ്ടാടെ വെളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് ഇത് ആരായിരിക്കും? പോയി നോക്ക് ഫാമേ, സത്യാമ്മേ സത്യാമ്മേ എന്ന് വീണ്ടും നൂർജഹാൻ വിളിക്കുവാണ്. അങ്ങനെ സത്യാമ്മ വന്ന് കഥ തുറക്കുമ്പോൾ നൂർജഹാനും സുബൈദയും കൂടെ അവിടെ നിൽക്കുന്നു. അയ്യോ, എന്താ മോളെ ഈ രാത്രിയിൽ? അവർ രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. എന്താ മോളെ, എന്ത് പറ്റിയെന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുമ്പോൾ സത്യാമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുവാണ് നൂർജഹാൻ. രാഘവേട്ടനും അങ്ങോട്ട് വന്ന് നോക്കുന്നുണ്ട്. എന്താ മോളെ, കരയാതെ കാര്യം പറ. അപ്പൊ സുബൈദ പറയുക, നിങ്ങളെ ഇവിടെ ഇറക്കാനും ഈ വീടും പറമ്പും കച്ചവടം ചെയ്യാനുള്ള അധികാരം ഇവളോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുക എന്റെ ഭർത്താവ്. പക്ഷെ ഇവൾ അതിന് തയ്യാറല്ല. ഇവളുടെ ബാപ്പിച്ചി ഉണ്ടാക്കിയ മുതല നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത്. ഇതിലെന്റെ ഭർത്താവിന് ഒരവകാശവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവളെ ഇവിടെ ഏൽപ്പിക്കുക. ആര് വന്നാലും ഇവളെ വിട്ടു കൊടുക്കരുത്. സത്യാമ്മ പറയാ, 100നെ ഇവിടെ നിർത്തുന്നതല്ലേ ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇവിടെ വന്ന അബൂബക്കർ ബലമായിട്ട് നൂർജഹാനെ പിടിച്ചോണ്ട് പോയാൽ ഇത് പിന്നെ ഞങ്ങൾക്ക് സങ്കടമേ ഉണ്ടാക്കത്തുള്ളൂ. ഞങ്ങൾക്ക് എതിർക്കാനും കഴിയില്ലല്ലോ. സുബൈദ പറയാൻ, ഇവിടേക്ക് പെട്ടെന്ന് അന്വേഷിച്ച് വരുത്തില്ല, ഇത്ര അടുത്ത് കൊണ്ടൊന്ന് താമസിപ്പിക്കുമെന്ന് കരുതത്തില്ലല്ലോ. പിന്നെ മരിക്കാൻ നേരത്തെ എൻ്റെ ഇക്കാക്ക പറഞ്ഞതേ നൂർജഹാനെ സത്യാമ്മ നോക്കിക്കോളൂവെന്നാ. എനിക്കറിയാം, എന്നെ ഇങ്ങനെ മനസ്സുകൊണ്ട് തയ്യാറാക്കിയത് എൻ്റെ ഇക്കാക്ക തന്നെയാ. ദയവ് ചെയ്ത് കൈവിടരുത് എന്നും പറഞ്ഞ് കൈയെടുത്ത് തൊഴുവാണ് സുബൈദ. സത്യാമ്മ അപ്പോൾ പെട്ടെന്ന് രാഘവേട്ടനെ നോക്കുന്നു. രാഘവേട്ടനെ സങ്കടത്തോടെ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ഇന്നിവളിവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നിങ്ങനെ സത്യാമ്മ സുബൈദയോട് പറയുന്നുണ്ട്. വലിയ ഉപകാരം എന്നും പറഞ്ഞ് സുബൈദ വീണ്ടും തൊഴുന്നുണ്ട്. എന്നിട്ട് നൂർജഹാനോട് പറയുന്നു, മാമിയുടെ കാര്യം ഓർത്ത് എൻ്റെ പൊന്നുമോള് സങ്കടപ്പെടണ്ട. നിന്റെ രക്ഷ അതാണിപ്പം നീ ഓർക്കേണ്ടത്. പിന്നെ നിന്റെ ബാപ്പിച്ചി നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ മുതലും ഇത് രണ്ടും നിനക്ക് സംരക്ഷിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും മാർഗം ചെയ്തേ പറ്റൂ. എന്നാ മാമി പോട്ടെ, എൻ്റെ മോള് പേടിക്കണ്ട, ഇവിടേക്ക് മാമ വരാതിരിക്കാൻ ഈ മാമി നോക്കിക്കോളാം എന്നും പറഞ്ഞ് സുബൈദ കരഞ്ഞുകൊണ്ട് നൂർജഹാനെ കെട്ടിപ്പിടിച്ച് അവിടെ നെറുകയിൽ മുത്തം വെച്ചിട്ട് സത്യാമ്മയോട് പറയുക, സത്യാമ്മേ എൻ്റെ മോളെ ഇവളെ നോക്കിക്കോണേ. അങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് സുബൈദ അങ്ങ് പോവുകയാണ്. സുബൈദ പോകുന്നതെന്ന് നോക്കി കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുവാണ് നൂർജഹാനും സത്യാമ്മയും രാഘവേട്ടനും. സങ്കടം സഹിക്കാൻ വയ്യാതെ നൂർജഹാൻ സത്യാമ്മയെ കെട്ടിപ്പിടിച്ച് സത്യാമ്മയെന്നും പറഞ്ഞ് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അബൂബക്കറിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ സുബൈദ സ്വന്തം സഹോദരന്റെ മകളെ രക്ഷിച്ചത് കണ്ടോ? പക്ഷെ സുബൈദയാണ് നൂർജഹാനെ രക്ഷിച്ചതെന്നറിയുമ്പോൾ ആ മനുഷ്യ മൃഗമായ അബൂബക്കർ ഈ സുബൈദയെ ജീവനോടെ വെച്ചേക്കുമോ? അതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.